രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് കേൾക്കുന്ന ഓരോ പുരുഷനും സ്ത്രീയും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വലിയ സത്യത്തെക്കുറിച്ചാണ് ഞാനിവിടെ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇത് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കുക. ഒരു പട്ടാളക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം കേണലാണ്. പട്ടാളത്തിൽ നിന്നൊക്കെ പിരിഞ്ഞ് ഇപ്പോൾ സ്വസ്ഥ ജീവിതം നയിക്കുകയാണ്. അല്പസ്വല്പം അഹങ്കാരമൊക്കെ ഉണ്ട്. ഒരു ദിവസം രാവിലെ ഈ കേണല് നടക്കാൻ പോവുകയാണ്. എല്ലാ ദിവസവും കേണല് നടക്കാൻ പോകും. നടക്കാൻ പോകുന്നതിൻ്റെ വഴിയിൽ ഒരു സന്യാസിയുടെ ആശ്രമമുണ്ട്. അപ്പോൾ ഈ പട്ടാളക്കാരൻ അവിടെ എത്തുമ്പോൾ സന്യാസി ആശ്രമത്തിലെ ചെടികൾക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് സന്യാസിയെ ആക്കിക്കൊണ്ടൊരു ചോദ്യമുണ്ട്. ഹലോ സ്വാമി, ഹൗ ആർ യു? അപ്പോൾ സ്വാമി ഒന്നും പറയത്തില്ല. അദ്ദേഹം ഒന്ന് പുഞ്ചിരിക്കുക മാത്രമേ ചെയ്യൂ. ഏതാണ്ട് 1-2 വർഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞുപോയി. ഒരിക്കൽ പോലും ഈ സന്യാസി എന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞതായിട്ട് അദ്ദേഹത്തിന് ഓർമ്മയില്ല. അങ്ങനെ 1-2 വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം ഈ പട്ടാളക്കാരൻ ആശ്രമത്തിൻ്റെ മുന്നിലൂടെ നടന്നു പോവുകയാണ്. അന്നും പതിവ് പോലെ സന്യാസി ചെടികൾക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് പട്ടാളക്കാരൻ സന്യാസിയോട് പതിവ് പോലെ ചോദിച്ചു, സ്വാമി ഹൗ ആർ യു? അപ്പൊ സന്യാസി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഫൈൻ, വാട്ട് അബൌട്ട് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ശ്രദ്ധിച്ചോട്ടോണം, ഐ ആം ഫൈൻ. കണ്ടില്ലേ, എനിക്ക് യാതൊരു കുഴപ്പവുമില്ല. സോ വാട്ട് അബൌട്ട് യു? നിങ്ങളുടെ കാര്യമോ, നിങ്ങൾക്ക് സുഖമാണോ? അപ്പൊ അയാൾ പറഞ്ഞു, യെസ് ഐ ആം ഫൈൻ. അപ്പൊ സന്യാസി പറഞ്ഞു, നോ, നിങ്ങൾ സന്തോഷവാനല്ല. അപ്പോൾ പട്ടാളക്കാരൻ അമ്പരുന്നു, എന്ത്, ഞാൻ സന്തോഷവാനല്ലെന്നോ? അപ്പോൾ ഇദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നോക്കൂ, നിങ്ങൾ എന്നാണ് സന്യാസം സ്വീകരിക്കാൻ എൻ്റെ അടുക്കലേക്ക് വരുന്നത്? അപ്പോൾ പട്ടാളക്കാരൻ പൊട്ടിത്തെറിച്ചു. പട്ടാളക്കാരൻ പറഞ്ഞ, സ്വാമി വേണ്ടാത്തത് പറയരുത് കേട്ടോ. നിങ്ങൾ ഈ 2 വർഷത്തിന് ശേഷം ആദ്യമായി വാ തുറന്നത് ഇത് പറയാനാണോ? ഞാൻ എന്തിനാണ് പട്ടാളത്തിൽ വരുന്നത്? ഞാൻ എന്തിനാണ് സന്യാസിയാകുന്നത്? ഞാൻ നിങ്ങളെപ്പോലെയല്ല. എന്നെ സ്നേഹിക്കാൻ ആളുകളുണ്ട്. നിങ്ങളെ സ്നേഹിക്കാൻ ആരുമില്ല. സ്നേഹിക്കാൻ ആരുമില്ലാതെ വരുമ്പോഴോ, തിന്നാൻ വകയില്ലാതെ വരുമ്പോഴോ ആണ് മനുഷ്യൻ സന്യാസിയാകുന്നത്. നിങ്ങൾ ഒരു നല്ല കുടുംബത്തിലൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് തിന്നാനുണ്ടെന്നറിയാം, പക്ഷെ നിങ്ങളെ സ്നേഹിക്കാൻ ആരുമില്ല. അതുകൊണ്ടാണ് നിങ്ങൾ സന്യാസിയായത്. അപ്പോൾ ആ സന്യാസി പറഞ്ഞു, അങ്ങനെയാണില്ലേ, സ്നേഹിക്കാൻ ആരുമില്ല എങ്കിൽ നമ്മൾ സന്യാസം സ്വീകരിക്കുക. അപ്പോൾ പിന്നെ നിങ്ങൾ സംശയിക്കേണ്ട, നിങ്ങൾ ഇപ്പം തന്നെ അങ്ങ് സ്വീകരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ എന്നെ സ്നേഹിക്കാൻ ആളുണ്ട്. അപ്പോൾ സന്യാസി ചോദിച്ചു, നിന്നെ സ്നേഹിക്കാൻ ആരൊക്കെ ഉണ്ട്? എൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ മക്കളുണ്ട്, എൻ്റെ അമ്മയുണ്ട്, എൻ്റെ കൂട്ടുകാരുണ്ട്, എല്ലാവരുമുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു, ഇവരാരും നിന്നെ സ്നേഹിക്കുന്നില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, അത് നിങ്ങൾ പറഞ്ഞാൽ മതിയാ. അപ്പോൾ സന്യാസി ചോദിച്ചു, പന്തയം വെക്കുന്നു, ഞാൻ തെളിയിച്ചു തരാം. ഇവരാരും നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന് ഞാൻ തെളിയിച്ചു തരാം. അപ്പോൾ ഇയാൾ പറഞ്ഞു, എന്ത് പന്തയം? അപ്പോൾ പറഞ്ഞു, നോക്കൂ, ഈ പന്തയത്തിൽ നിങ്ങൾ തോറ്റാൽ നിങ്ങൾ സന്യാസിയാകണം. അപ്പോൾ പട്ടാളക്കാരൻ ചോദിച്ചു, അല്ല സ്വാമി തോറ്റാലോ? നീ പറയുന്നത് എന്തും ഞാൻ അനുസരിക്കാം. അപ്പോൾ പറഞ്ഞു, വേറൊന്നും വേണ്ട, സ്വാമി തോറ്റു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്താൽ മതി, പോയി ഒരു കല്യാണം അങ്ങ് കഴിച്ചാൽ മതി. അപ്പോൾ സന്യാസി പറഞ്ഞു, ആയിക്കോട്ടെ, ഞാൻ അങ്ങനെ ചെയ്തോളാം. അപ്പോൾ പറഞ്ഞു, ഓക്കെ, ഞാൻ ബെറ്റ് സ്വീകരിച്ചിരിക്കുന്നു. അപ്പോൾ സന്യാസിയും പറഞ്ഞു, ഓക്കെ. അപ്പോൾ ഇയാൾ നടന്നു പോകാൻ പോയപ്പോൾ പറഞ്ഞു, നിക്ക് 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 ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. അപ്പോൾ ചോദിച്ചു, എന്താണ്? ഒരു കറുത്ത കൊച്ചു ഗുളിക എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ അവിടെ ചെന്ന് കഴിക്കണം, നിങ്ങൾ ഇത് കഴിക്കണം. അപ്പോൾ പറഞ്ഞു, ഗുളിക എന്തിനാണ് ഞാൻ കഴിക്കുന്നത്? ഗുളികയും പന്തയവും തമ്മിൽ എന്ത് ബന്ധമുണ്ട്? അപ്പൊ സന്യാസി പറഞ്ഞു, ബന്ധമുണ്ട്, ഇത് നിങ്ങൾ വീട്ടിൽ ചെന്നാൽ ഉടനെ ഇത് കഴിക്കണം. അപ്പോൾ പറഞ്ഞു, അതൊന്നും പറ്റത്തില്ല. അതുകൊള്ള
പന്തയം വെച്ച് എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന് തെളിയിക്കുന്നതിന് ഗുളിക കഴിക്കുന്നതിന്. അപ്പം സന്യാസി പറഞ്ഞു, നിങ്ങളൊരു ഭീരുവാണ്, പന്തയത്തിൽ തോറ്റുപോകുമെന്ന് നിങ്ങൾ കരുതുന്നു, അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത്. പട്ടാളക്കാര് ലോകത്തെന്തും സഹിക്കും, ഭീരു എന്ന് പറഞ്ഞാൽ സഹിക്കില്ല. അയാൾ പറഞ്ഞു, ഭീരുവോ? ചീറിപ്പാഞ്ഞു വരുന്ന വെടിയുണ്ടകൾക്ക് മുമ്പിൽ നെഞ്ചു വിരിച്ചു നിന്നവനാണ് ഞാൻ. എടുക്കു ഗുളിയ, ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞു. ഈ കറുത്ത ഗുളിയ വാങ്ങിച്ചു. ഇയാൾ വീട്ടിലെത്തി, ഒരു ഗ്ലാസ് വെള്ളം വാങ്ങിച്ചു, ഈ ഗുളിയ കഴിച്ചു. കഴിച്ചപ്പോൾ ദേഹമൊക്കെ കുഴഞ്ഞു വരുന്നത് പോലെ തോന്നി. അപ്പൊ അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു, ഇനി എൻ്റെ ശരീരമൊക്കെ കുഴഞ്ഞു വരുന്നു എന്ന് പറയുന്നതിന് മുമ്പ് കട്ടിലോട്ടങ്ങ് വീഴും. ഭാര്യ വന്നപ്പോൾ ഇയാൾക്ക് അനക്കവും ഇല്ല, ആവിയും ഇല്ല, ഒന്നുമില്ല. ഭാര്യ ഓടിപ്പോയി നിലവിളിച്ചു, ഡോക്ടറെ കൊണ്ടുവന്നു. ഡോക്ടർ വന്ന് നോക്കിയപ്പോൾ പൾസൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞു, ആള് മരിച്ചുപോയി. ഭാര്യ പറഞ്ഞു, എന്ത്? എൻ്റെ ചേട്ടൻ മരിച്ചുപോയെന്നു. അപ്പൊ ഇയാൾക്ക് പറയണമെന്നുണ്ട്, എടീ ഞാൻ മരിച്ചിട്ടില്ല, എനിക്ക് കയ്യും കാലും അനക്കാൻ വയ്യ, നാക്കും അനക്കാൻ വയ്യ. അവിടെ നടക്കുന്നതെല്ലാം ഇയാൾക്കറിയാം, പക്ഷേ അനങ്ങാൻ വയ്യ. ഇതുകൊണ്ട് നിങ്ങൾ ഓപ്പറേഷൻ ഒരിക്കലെങ്കിലും വിധേയമായിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. ഓപ്പറേഷൻ്റെ ഒരു ഘട്ടത്തിൽ അവിടെ നടക്കുന്നതെല്ലാം നമുക്കറിയാം, പക്ഷെ നമുക്കൊന്നും മിണ്ടാൻ പറ്റത്തില്ല. ഈ അവസ്ഥയിലാണ് ഇയാള്. അപ്പോൾ ഭാര്യ നിലവിളി തുടങ്ങി, എനിക്കിനി ജീവിക്കണ്ട, എനിക്കിനി ജീവിക്കണ്ട, എനിക്ക് ചത്താ മതി, ഞാൻ ദാ ചാവാൻ പോവുകയാണേ, ഞാൻ ഇപ്പം കിണറ്റി ചാടി ചാവുകയെന്നും പറഞ്ഞുകൊണ്ട് ഓട്ടം. അപ്പോൾ എല്ലാവരും കൂടെ പിടിച്ചുകൊണ്ട് വന്നു, വീട് വീട്, എൻ്റെ ചേട്ടനില്ലാതെ എനിക്ക് പറ്റില്ല. അപ്പോൾ ഇയാൾ വിചാരിക്കുകയാണ്, അയ്യോ എൻ്റെ ഭാര്യ, അവൾ എന്തുമാത്രം എന്നെ സ്നേഹിക്കുന്നു, ഞാൻ അവളെ ഒരിക്കൽ പോലും ഇങ്ങനെ തിരിച്ച് സ്നേഹിച്ചിട്ടുണ്ടോ? കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വരെ ഞാൻ അവളെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ യാത്ര പോയപ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവൾ ബ്രഷും പേസ്റ്റും എടുത്തു വെക്കാൻ മറന്നുപോയി. അതിന് ഞാൻ വിളിച്ച് എന്തോരു വഴക്ക് പറഞ്ഞു അവളെ. സത്യത്തിൽ എനിക്ക് വേണമെങ്കിൽ അടുത്ത കടയിൽ നിന്നൊരെണ്ണം വാങ്ങിക്കാം. ഇവിടെ നിന്ന് എണീറ്റ് എനിക്കൊരു ജീവിതം കിട്ടിയിരുന്നെങ്കിൽ അവളെ ഞാൻ സ്നേഹിച്ചേനെ. എൻ്റെ ഭാര്യ എന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നു. സന്യാസിക്ക് തെറ്റിപ്പോയി. ആ സമയത്താണ് ഇയാളുടെ അമ്മ അങ്ങോട്ടേക്ക് വന്നത്. അമ്മ വന്നിട്ട് പറഞ്ഞു, ഭഗവാനെ, എൻ്റെ ചിതയ്ക്ക് തീ കൊളുത്തേണ്ടവനാണല്ലോ ഇവൻ, അവൻ്റെ ചിതയ്ക്ക് ഞാൻ തീ കൊളുത്തേണ്ടി വരുന്നു. ഒരു കാര്യം ചെയ്യ് ഭഗവാനെ, എൻ്റെ ആയുസ്സും കൂടെ ഇവന് കൊടുത്തേക്കൂ. അയാൾ ഞെട്ടിപ്പോയി. ഒരു മാതാവ് സ്വന്തം ആയുസ് എന്ത് ചെയ്യുന്നു? ദാനം ചെയ്യുകയാണ് മകന്. ഇതിൽ പരം ഒരമ്മ തൻ്റെ സ്നേഹം എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത്? അപ്പോൾ അയാൾക്ക് മനസ്സിലായി, ഇത്രയും സ്നേഹം കാണിക്കുന്ന ഈ അമ്മയോട് ഞാൻ നീതി പുലർത്തിയിട്ടുണ്ടോ? എത്ര പ്രാവശ്യം എൻ്റെ അമ്മയെ ഞാൻ വഴക്ക് പറഞ്ഞു. എൻ്റെ അമ്മ എത്ര വട്ടം പറഞ്ഞു, മോനെ എനിക്കൊന്ന് ദ്വാരക കാണണം, കൊണ്ടുപോകണമെന്ന്. എന്നിട്ട് ഞാൻ ഒരിക്കൽ പോലും കൊണ്ടുപോയില്ല. വയസ്സാം കാലത്ത് ഇവിടെ കിടന്നാൽ പോരെ എന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ മനസ്സിൽ പറഞ്ഞു, അമ്മേ മാപ്പ്, എന്നോട് ക്ഷമിക്കണേ അമ്മേ. എനിക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടിയാൽ, ഇവിടുന്ന് എഴുന്നേക്കാൻ ഒരു അവസരം കിട്ടിയാൽ നിശ്ചയമായി ഞാൻ അമ്മയെ കൊണ്ടുപോകും. അമ്മേ, എനിക്ക് മനസ്സിലാകുന്നു ഈ സന്യാസി വര്യൻ എന്നെ പന്തയത്തിൽ തോൽപ്പിക്കാനല്ല, എന്നെ എൻ്റെ ബന്ധുക്കൾ എന്തുമാത്രം സ്നേഹിക്കുന്നു, ഞാൻ തിരിച്ചത്രയും കൊടുത്തിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താനാണ് എനിക്കിത് തന്നത്. അപ്പോഴാണ് മകളുടെ വരക്കം, എൻ്റെ അച്ഛൻ പോയേ, എനിക്കിനി ആരാ ഉള്ളത് അച്ഛാ? എനിക്ക് അച്ഛൻ എന്നും വരുമ്പം കയ്യിലൊരു മുട്ടായി കാണും, പക്ഷെ ഇനി എനിക്ക് ആരാ ഇത് കൊണ്ടുതരുന്നത്? എനിക്ക് ജീവിക്കണ്ടായേ. ഓടിച്ചെന്ന് തലയെടുത്ത് മതിലി ഇടിക്കാൻ പോയപ്പോൾ എല്ലാവരും കൂടെ പിടിച്ചു വലിച്ചു. അപ്പോൾ ഇയാള്, എൻ്റെ മകൾ എന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നു, ഇതിനെന്തൊരു പിശുക്കനാണ്. എത്രയോ വട്ടം എനിക്ക് തോന്നിയിട്ടുണ്ട് അവൾക്കൊരു 2 മുട്ടായി അല്ലെങ്കിൽ 3 മുട്ടായി വാങ്ങിച്ചു കൊടുക്കണമെന്ന്. എന്നാലും ആ കടയിൽ ചെല്ലുമ്പോൾ ഒരു പിശുക്ക് വന്നിട്ട് ഒരെണ്ണമാക്കും. അയാൾ മനസ്സിൽ പറഞ്ഞു, മോളെ, അച്ഛൻ മരിച്ചിട്ടില്ല, അച്ഛൻ ഇവിടുന്ന് എഴുന്നേൽക്കാൻ ഒരു അവസരം കിട്ടിയാൽ അച്ഛൻ നിനക്ക് 1 പകരം 3 മുട്ടായി നിനക്ക് വാങ്ങിച്ചു തരും മോളെ. അപ്പോൾ കാണാം ഇയാളുടെ കൂട്ടുകാരെല്ലാം വന്നു. കൂട്ടുകാർ വന്നിട്ട് പറഞ്ഞു, അയ്യോ, ഇന്ന് രാവിലെ ഞങ്ങൾ കണ്ടതാണല്ലോ, അയ്യോ നിനക്ക് നല്ല ആരോഗ്യമാണല്ലോടാ, നിനക്കിത് എന്ത് പറ്റിയടാ?
അവരെല്ലാം നിന്ന് കരയുകയാണ്. ഓ, എൻ്റെ സുഹൃത്തുക്കൾ എന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നു. സ്നേഹത്തിൻ്റെ ഒരു മാസ്മരിക ലോകത്തിലാണല്ലോ ഞാൻ കഴിയുന്നത്. ആ സന്യാസി വര്യന് നമസ്കാരം. അന്നാണ് ഇവരൊക്കെ എന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തിയത്. ഞാൻ തിരിച്ചങ്ങോട്ട് അത്രയും സ്നേഹിച്ചിട്ടില്ല. ഈ സമയത്ത് സന്യാസി വരികയാണ്. അപ്പൊ സന്യാസി വന്നിട്ട് പറഞ്ഞു, അല്ല, എന്താ ഇവിടെ ഒരു പ്രശ്നം? അപ്പൊ പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു, സ്വാമി, അവർക്കറിയാം സന്യാസിയെ, അടുത്ത ആശ്രമമാണ്, അവർ പോയിട്ടുണ്ട്. കണ്ടില്ലേ സ്വാമി, എൻ്റെ ഏട്ടൻ കിടക്കുന്നത് കണ്ടില്ലേ, പോയി സ്വാമി. അപ്പൊ സന്യാസി വന്നു, ഇയാളുടെ കൈ ഈ ഞരമ്പ് പിടിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഇയാൾ മരിച്ചിട്ടില്ല. അപ്പൊ ഭാര്യ പറഞ്ഞു, മരിച്ചിട്ടില്ലേ? ഡോക്ടർ പറഞ്ഞല്ലോ മരിച്ചെന്ന്. അപ്പൊ പറഞ്ഞു, ഇത് മരിച്ചിട്ടില്ല, ഇതൊരു പ്രത്യേക അവസ്ഥയാണ്, സാരമില്ല, ഇത് ഞാൻ മാറ്റിത്തരാം. അയ്യോ എൻ്റെ പൊന്ന് സ്വാമി, കോടി കോടി നമസ്കാരം, എൻ്റെ ചേട്ടനെ ഒന്ന് ജീവിപ്പിച്ചു തരണേ. സന്യാസി പറഞ്ഞു, നിശ്ചയമായിട്ട് ഞാൻ ജീവിപ്പിച്ചു തരാം. പക്ഷെ ഇയാളിപ്പം മരിച്ചു കിടക്കുന്ന അവസ്ഥയിൽ മരുന്ന് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനൊരു ചെറിയ ഗുളിക തരാം. ആ ഗുളിക ഇദ്ദേഹത്തിൻ്റെ കൈകളിൽ ഇങ്ങനെ പിടിക്കണം, വാച്ച് കെട്ടുന്ന മണിബന്ധത്തിൽ പിടിക്കണം, ഞാൻ പറയുന്ന മന്ത്രം ചൊല്ലണം, ചൊല്ലിയിട്ട് ഈ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം ജീവിക്കും. അപ്പൊ ഭാര്യ പറഞ്ഞു, ഇങ്ങോട്ട് സ്വാമി, എൻ്റെ ചേട്ടൻ്റെ ജീവൻ രക്ഷിക്കാൻ എന്തും ചെയ്യും ഞാൻ. അപ്പോൾ ഇയാൾക്കന്ന് കണ്ണു നിറഞ്ഞു. ആ മരിച്ചു കിടക്കുന്ന ആൾക്ക് പട്ടാളക്കാരൻ വിചാരിക്കുകയാണ്, എന്തൊരു സ്നേഹം. അപ്പോൾ അമ്മ പറഞ്ഞു, നില്ല് 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 നില്ല്, ഈ ഗുളിക കഴിക്കാൻ അവകാശം എനിക്കാണുള്ളത്. അവനെ 10 മാസം ചുമന്ന് ഞാനാണ് പ്രസവിച്ചത്, അതുകൊണ്ട് എനിക്കാണ് ആ ഗുളിക കഴിക്കാൻ അവകാശം. ഇത് ഞാൻ കഴിക്കും എൻ്റെ മകന് വേണ്ടി. അപ്പോൾ ഭാര്യ പറഞ്ഞു, അത് കൊള്ളാം, നിങ്ങൾ 10 മാസമേ നിങ്ങളുടെ മകനെ ചുമന്നിട്ടുള്ളൂ, പക്ഷെ നിങ്ങളുടെ മകൻ്റെ 2 മക്കളെ ഞാൻ 10ഉം 10ഉം 20 മാസം ചുമന്നിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കാണ് ഈ ഗുളിക കഴിക്കാൻ അവകാശം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അടികൂടാതെ ആരെങ്കിലും ഒരാൾ കഴിക്ക്. അപ്പം മോള് വന്നിട്ട് പറഞ്ഞു, നോക്കൂ, നിങ്ങൾക്ക് 2 പേർക്കുമല്ല, അച്ഛൻ ഏറ്റവും കൂടുതൽ സ്നേഹം എന്നെയാണ്, അതുകൊണ്ട് ഈ ഗുളിക കഴിക്കാനുള്ള അവകാശം എനിക്കാണ്, അത് മറ്റാർക്കുമില്ല. അപ്പോൾ അയാൾ വിചാരിച്ചു, എന്നെ എല്ലാവരും സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുക. അപ്പോൾ കൂട്ടുകാർ പറഞ്ഞു, അങ്ങനല്ല, ഈ ഗുളിക കഴിക്കാൻ അവകാശം ഞങ്ങൾ കൂട്ടുകാർക്കാണ്. കാരണം ഒരു മനുഷ്യൻ സ്വന്തം അച്ഛനോടോ അമ്മയോടോ ഒക്കെ പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ പങ്കുവെക്കുന്നത് സുഹൃത്തുക്കളുമായിട്ടാണ്. അതുകൊണ്ട് ഇതിന് അവകാശം ഞങ്ങൾക്കാണ്, ഗുളിക ഞങ്ങൾക്ക് തരൂ. അപ്പൊ സന്യാസി പറഞ്ഞു, നോക്കൂ, ഞാൻ പറഞ്ഞു തരാം, ഈ ഗുളിക കഴിക്കാൻ ഏറ്റവും കൂടുതൽ അവകാശം ഭാര്യയ്ക്കാണ്. അപ്പോൾ ഭാര്യ ഒന്ന് ചിരിച്ചിട്ട് അമ്മയെ ഒന്ന് നോക്കി. കാരണം ഈ അമ്മായിയമ്മയും മരുമോളും പണ്ടേ ചേരത്തില്ല. അപ്പൊ ആ അമ്മ പറഞ്ഞു, അതെന്തൊരു വർത്തമാനമാണ് സ്വാമി പറഞ്ഞത്, ഭാര്യയ്ക്കാണോ അമ്മയേക്കാൾ അവകാശം? സന്യാസി പറഞ്ഞു, നിശ്ചയമായും. കാരണം അമ്മയ്ക്ക് അമ്മ മാത്രമേ ആകാൻ പറ്റൂ, ഭാര്യയാകാൻ പറ്റില്ല, സഹോദരിയാകാൻ പറ്റില്ല. അതേസമയം ഭാര്യയ്ക്ക് അയാളുടെ അമ്മയാകാൻ പറ്റും, സഹോദരിയാകാൻ പറ്റും, ഭാര്യയാകാൻ പറ്റും, കാമുകിയാകാൻ പറ്റും. നിശ്ചയമായും ഇവർക്ക് തന്നെയാണ് അതിൻ്റെ അവകാശം. എന്ന് മാത്രവുമല്ല, ഇയാളുടെ കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്നതോടുകൂടി അയാളെ തന്നെയാണ് ചുമക്കുന്നത്. അവരും ഒരമ്മയാണ് അയാളുടെ. ഒരർത്ഥത്തിൽ എല്ലാ ഭർത്താക്കന്മാരുടെയും അമ്മയാണ് അവരുടെ ഭാര്യമാരെന്ന് തിരിച്ചറിയുക. അപ്പോൾ ഇവർ പറഞ്ഞു, ഗുളിക ദാസാമി. ഉടനെ ഗുളിക കൊടുത്തു. അപ്പോൾ ഇവർ ഇടയ്ക്കുന്ന അമ്മയെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, അമ്മേ, വല്ലപ്പോഴൊക്കെ ഈ സ്വാമിയുടെ ആശ്രമത്തിൽ പോകണം, വിവരമുള്ള മനുഷ്യനാണ്, അദ്ദേഹത്തിൻ്റെ പ്രസംഗമൊക്കെ അമ്മയൊന്ന് കേൾക്കണം കേട്ടോ, അത് വേണം, അത്യാവശ്യമാണ്. അമ്മ കടിച്ചു പിടിച്ചിരുന്നു. അപ്പോൾ സന്യാസി പറഞ്ഞു, മകളെ മന്ത്രം ചൊല്ലൂ, ഇവൻ്റെ കയ്യിൽ പിടിക്കൂ. അപ്പോൾ പിടിച്ചിട്ട് മന്ത്രം ചൊല്ലി, ഇനി നീ ഗുളിക കഴിക്കൂ. അപ്പോൾ ഗുളിക വായ്ക്കകത്തോട്ട് വെച്ചു. ഇറക്കാനായിട്ട് വെള്ളവും എടുത്ത് വായിൽ കൊണ്ടു. ഇറക്കാൻ പോയപ്പോൾ സന്യാസി പറഞ്ഞു, ഒരു മിനിറ്റ്. അപ്പോൾ ഇവർ ചോദിച്ചു, എന്തോ നീ വായിക്കാതിരിക്കുകയാണ്, ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ പറഞ്ഞു, ആരാണോ ഈ ഗുളിക കഴിക്കുന്നത് അവര് മരിച്ചു പോകും.
അവരുടെ കണ്ണങ്ങ് തള്ളിപ്പോയി. അപ്പൊ പറഞ്ഞു, അതെ, ആരാണോ ഈ ഗുളിക കഴിക്കുന്നത് അവര് മരിച്ചു പോകും. ഭാര്യ ആ ഗുളികയും വെള്ളവും കൂടെ ഒറ്റ തുപ്പ്, എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ എടുത്ത് ഉപ്പു അംശം വല്ലതും വായിക്കാതിരുന്നാലോ, എന്നിട്ട് സന്യാസിയുടെ അടുത്ത് പാരട്ട സന്യാസി, അടിച്ച് നിന്റെ മോന്ത പൊട്ടിക്കുക വേണ്ടത്, വൃത്തികെട്ടവനെ, ഈ ഗുളിക ഞാൻ ഇറക്കിയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനായിരുന്നു, എന്റെ ജീവൻ പോകത്തില്ലായിരുന്നോ? അപ്പൊ പറഞ്ഞു, നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങൾ ഈ ഗുളിക കഴിക്കാൻ തയ്യാറാണ്. എന്തെന്ന് ഗുളിക കഴിക്കാൻ തയ്യാറാണെന്നാ? ഞാനങ്ങ് മരിച്ചു പോയാലേ എൻ്റെ മക്കൾക്കാരും ഇല്ല. 2 ഇങ്ങാര് 10 ദിവസം കഴിയുമ്പം വേറെ പോയെന്ന് കെട്ടും, മനസ്സിലായോ? അപ്പൊ ചത്ത് ആ കിടക്കുന്ന പട്ടാളക്കാരൻ മനസ്സിൽ പറഞ്ഞു, എടി ഭയങ്കരി, അപ്പൊ നീ പിടിച്ചു മാറ്റാൻ ആളുള്ളത് കൊണ്ടാണ് നേരത്തെ കിണറ്റി ചാടാൻ പോയതല്ലേ? നമുക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. വഴക്ക് കൂടുമ്പോ ചെറുത് കണ്ടിട്ടില്ലേ, വിടും വിടും കുല്ലിഞ്ഞവൻ, വിട്ടുകൊടുത്തേ, പിടി പിടി എന്നും പറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് സംഭവം. അപ്പൊ പറഞ്ഞു, ഓക്കെ, ഇഷ്ടമില്ലാതെ ആരും കഴിക്കണ്ട. അങ്ങനെയാണെങ്കിൽ അമ്മേ, ഇനി ഈ ഗുളിക കഴിക്കാനുള്ള അവകാശം അമ്മയ്ക്കാണ്. അപ്പൊ പട്ടാളക്കാരൻ കാതോർത്തു, അമ്മയുടെ മറുപടി എന്തായിരിക്കും? അപ്പൊ അമ്മ പറഞ്ഞു, സ്വാമി ഇത് എന്താ പറയുന്നത്? എന്താ സ്വാമി, എനിക്ക് ഇവൻ മാത്രമേ മകനായിട്ടുള്ളൂ. ഈ നിൽക്കുന്ന കണ്ട 2 മക്കൾ, ഇവരും എൻ്റെ മക്കളല്ലേ? എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നെ അവരെ ആര് നോക്കും? അപ്പൊ അടുത്ത് നിന്ന ഇളയ മകനുണ്ട്, അവൻ പറഞ്ഞു, അമ്മേ, ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളാം, അമ്മ കഴിച്ചോളൂ, ഞങ്ങൾ ഓർത്ത് അമ്മ വിഷമിക്കണ്ട. വൃത്തികെട്ടവനെ, എന്താടാ പറഞ്ഞത്? നിനക്കൊക്കെ എന്നെ വേണ്ടെങ്കിലും എനിക്ക് വേണോടാ. അപ്പൊ ഇയാൾ അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞു, തള്ളേ, നിങ്ങൾ ആയുസ് ദാനം ചെയ്യാന്നൊക്കെ പറഞ്ഞത് ചുമ്മാതായിരുന്നല്ലേ, നാട്ടുകാര് കേൾക്കാൻ. അപ്പൊ സ്വാമി പറഞ്ഞു, ഇനി ഈ ഗുളിക കഴിക്കേണ്ട ഊഴം ദാണ്ട മകൾക്കാണ്, മോളെ നിനക്ക് കഴിക്കാം. അപ്പൊ ഉടനെ ഈ പെണ്ണ് പറഞ്ഞു, അല്ല സ്വാമി, ഞാൻ ഈ ഗുളിക വാങ്ങിച്ച് കഴിക്കുന്നു. ശരി, സമ്മതിച്ചു. ഗുളിക വാങ്ങിച്ച് കഴിച്ചു കഴിയുമ്പോൾ എൻ്റെ അച്ഛൻ ജീവിക്കും. ഇപ്പൊ തന്നെ എൻ്റെ അച്ഛന് വയസ്സ് 10-68. ഇനി ഇങ്ങനെ ജീവിച്ചാൽ തന്നെ എത്ര നാൾ ജീവിക്കാൻ? അതുപോലെയാണ് ഞാൻ. എനിക്കൊരു ജീവിതം മുഴുവനും മുന്നിൽ കിടക്കുകയല്ലേ സ്വാമി? ഒരു മര്യാദ വേണ്ടേ സ്വാമിക്ക് പറയുന്നതിന്? അത് തന്നെയല്ല, അച്ഛനെ ജീവിപ്പിച്ചിട്ട് വലിയ കാര്യമൊന്നുമല്ല ഈ കഥയില്ല. എൻ്റെ അച്ഛൻ ആരാ മോനെന്ന് അറിയാമോ? സ്വാമിക്ക് അറിയാമോ? പെൻഷൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ അപ്പുറത്തെ വീട്ടിലെ മേരി ചേച്ചിയുടെ അടുത്തേക്കാണ് പോകുന്നത്. ഇത് എനിക്കറിയാം. ഇയാള് പട്ടാളക്കാരൻ ഉള്ളുകൊണ്ട് ചുട്ടി, ഇവക്കിതെങ്ങനെ അറിയാൻ ഞാൻ മേരിയുടെ അടുത്ത് പോകുന്നത്? അതുവരെ കരഞ്ഞോണ്ടിരുന്ന മേരി പതുക്കെ പുറകോട്ട് ഞെരങ്ങാനായിട്ട് തുടങ്ങി. അപ്പൊ പറഞ്ഞ്, എൻ്റെ അച്ഛൻ അങ്ങനെ ഒരു ബന്ധമുണ്ട്, അവിടെ പോയി അവക്കും കാശും കൊടുത്തിട്ടാ വന്നത്. പിന്നെ ഈ ഗുളിക കഴിച്ച് ഞാൻ മരിക്കുന്നത് എന്തിന്? ഇങ്ങേർക്ക് വീണ്ടും മേരി ചേച്ചിയുടെ വീട്ടിൽ പോവാനാ. അപ്പൊ ഇയാൾ പറഞ്ഞു, എടി ഭയങ്കരി മോളെ, നീ തലയൊക്കെ ഇടിക്കാൻ പോയത് അഭിനയമായിരുന്നല്ലേ, ആളടുത്തോണ്ട് ഇടിക്കാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ സന്യാസി പറഞ്ഞു, വേണ്ട, ഇനിയുള്ളത് കൂട്ടുകാരാണെന്ന് പറഞ്ഞു നോക്കിയപ്പോ ഒറ്റ കൂട്ടുകാരവിടെ പോയില്ല, ഒരാൾ പോലുമില്ല. അപ്പോൾ പട്ടാളക്കാരന് മനസ്സിലായി തന്നെ ആരും സ്നേഹിക്കുന്നില്ല. അപ്പോൾ പറഞ്ഞു, സന്യാസി പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ബോഡി വെളിയിലോട്ടെടുക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം ആ മരിക്കാൻ കിടന്ന സമയത്ത് കൈ ഇങ്ങനെ അങ്ങ് നീട്ടി വെച്ചാണ് കിടന്നത്. അങ്ങനെ നീട്ടി വെച്ച് ഇയാൾ ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ കിടന്നത് കൊണ്ട് എന്ത് സംഭവിച്ചു? ഇയാളുടെ കൈ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ഇയാൾക്ക് അനക്കാൻ വയ്യ. അപ്പോൾ ഒരു കാരണവശാലും ഈ കൈ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പുറത്തോട്ടെടുക്കാനായിട്ട് അയാൾക്ക് പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ എടുക്കാൻ വന്ന ചെറുക്കൻ പറഞ്ഞു, അല്ല ചേച്ചി, ഇതിപ്പോ എങ്ങനെ ഞാൻ പുറത്തോട്ട് എടുക്കും? എങ്ങനെയാണ് ഞാനിത് പുറത്തോട്ട് എടുക്കുന്നത്? കാരണം ഈ കൈ എങ്ങനെ പിടിച്ചിട്ടും ഈ വാതിൽ കടക്കുന്നില്ല. അപ്പൊ പറഞ്ഞു, നീ ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്തേ, കൈ ഇനി നോക്കാൻ ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ തന്നെ ഇരിക്കുക. ഞാൻ എങ്ങനെ ചരിച്ചാലും ഈ കൈ ഇങ്ങനെ പൊങ്ങും, ഈ വാതിലിലൂടെ ഇറക്കാൻ പറ്റത്തില്ല. ചേച്ചി, ഞാൻ ഒരു കാര്യം പറയട്ടെ ചേച്ചി, നമുക്ക് ഈ വാതിലുണ്ടല്ലോ അതങ്ങ് തട്ടിപ്പൊളിച്ചാലോ? കുറച്ച് പൊളിച്ചതിന് ശേഷം ഇങ്ങെടുക്കാം.
അപ്പോൾ ഇയാളുടെ ഭാര്യ പറഞ്ഞു, ആഹാ, ഇത് പൊളിക്കാനോ? ഇത് പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് കെട്ടാനുള്ള പൈസ നിന്റെ അച്ഛൻ കൊണ്ട് തരുവോടാ? ഒരു വീട് കെട്ടണമെങ്കിൽ വീട് കെട്ടുന്നതിനേക്കാൾ പൈസയാണ് ഇത് ഇളക്കിയിട്ട് രണ്ടാമത് കെട്ടാനായിട്ട്. ചേച്ചി പിന്നെ എന്താ ചെയ്യും? നീ ഒരു കാര്യം ചെയ്യും, എന്തായാലും കൊണ്ട് കത്തിക്കാൻ പോവില്ലേ, ആ കയ്യം ഓടിച്ചെടുത്തേരെ. ഇയാള് പട്ടാളക്കാരൻ എന്ത് കൈയടിച്ചെടുക്കാനോ? ഇയാൾ അമ്പരന്ന് കിടക്കുകയാണ്. നീ ആ കയ്യം ഓടിച്ചേരടാ, അത്രയേ ഉള്ളൂ. എന്തായാലും ഇപ്പൊ കത്തിക്കാൻ പോവുകയാണ്. അവൻ വന്ന് കൈ തിരിച്ചൊടിക്കാൻ പോയപ്പോഴേക്കും പട്ടാളക്കാരന് യഥാർത്ഥ ജീവൻ തിരിച്ചു കിട്ടി. അയാൾ പെട്ടെന്ന് എഴുന്നേറ്റു. ബാക്കിയുള്ളവരൊക്കെ അമ്പരന്ന് പോയി. നോക്കിയപ്പം സന്യാസി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം സന്യാസിയോട് പറഞ്ഞു, സ്വാമി, നമുക്ക് പോകാം, എനിക്ക് മന്ത്രദീക്ഷ താ. അപ്പോൾ അയാൾ പറഞ്ഞു, വരൂ. സന്യാസിയും ആ പട്ടാളക്കാരനും നടന്നുപോയി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് കരുതുന്നവരാരും നിങ്ങളെ സ്നേഹിക്കുന്നില്ല. അവർ സേഫ് ആണെങ്കിൽ മാത്രമാണ് അവർ നിങ്ങളെ സ്നേഹിക്കുന്നത്. അവരുടെ ജീവൻ കളഞ്ഞിട്ട് അവരൊരിക്കലും നിങ്ങളെ സ്നേഹിക്കത്തില്ല. ഈ ലോകത്തെല്ലാ മനുഷ്യരും അവനവനെ തന്നെയാണ് ആദ്യം സ്നേഹിക്കുന്നത്. ഐ ലവ് യു അല്ല, ഐ ലവ് മീ ആണ്. ഇവിടെ വളരെ പ്രസക്തമായ ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. രാധേ രാധേ പ്രേക്ഷകരോട് ഞാൻ പറയുകയാണ്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ സ്ത്രീകളും ഓരോ പുരുഷനും നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ മരിച്ചു കിടക്കുകയാണ്. ഈ ഗുളിക ആരെങ്കിലും കഴിച്ചാൽ നിങ്ങൾ ജീവിക്കും. നിങ്ങൾക്ക് വേണ്ടി ഈ ഗുളിക കഴിക്കാൻ ആര് തയ്യാറാകും? ഇത് കേൾക്കുന്ന സ്ത്രീകളാണെങ്കിൽ നിങ്ങൾ മരിച്ചു കിടക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഈ ഗുളിക കഴിക്കാൻ നിങ്ങളുടെ ഭർത്താവ് തയ്യാറാകുമോ? നിങ്ങളുടെ മക്കള് തയ്യാറാകുമോ? നിങ്ങളുടെ മാതാവ് തയ്യാറാകുമോ? ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പുരുഷന്മാരോട്, ഈ ഗുളിക, നിങ്ങൾ മരിച്ചു കിടക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ഈ ഗുളിക നിങ്ങളുടെ ഭാര്യ കഴിക്കുമോ? മക്കള് കഴിക്കുമോ? അമ്മ കഴിക്കുമോ? ആര് കഴിക്കും? എ $1 million ക്വസ്റ്റ്യൻ. മനസ്സിലായില്ലേ? $1 million ക്വസ്റ്റ്യൻ. അതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. മനസ്സിലാക്കുക, ഇവരാരും നിങ്ങൾക്ക് വേണ്ടി ഈ ഗുളിക കഴിക്കില്ല. പിന്നെന്തിനാണ് ഈ മായയിൽപ്പെട്ടിങ്ങനെ ഉഴലുന്നത്? മായയിൽ നിന്ന് പുറത്തു കിടക്കൂ. നിങ്ങൾക്ക് അമിത സ്നേഹം ഇവരോട് വരുമ്പോൾ നിങ്ങൾ സ്വയം ചോദിക്കൂ, എനിക്ക് വേണ്ടി ഈ ഗുളിക ആര് കഴിക്കും? ഇന്നു മുതൽ സ്വയം ചോദിക്കൂ. നിങ്ങൾ മരിച്ചു കിടക്കുന്നു, ഈ ഗുളിക കഴിച്ചാൽ നിങ്ങൾ ജീവിക്കും, പക്ഷേ കഴിക്കുന്നവർ മരിച്ചു പോകും. ആര് കഴിക്കും നിങ്ങൾക്ക് വേണ്ടി ഈ ഗുളിക? ആര് കഴിക്കും? എ $1 million ക്വസ്റ്റ്യൻ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ.